എടാ ഒരു വ്ളോഗർ പയ്യൻ പോയിട്ട് പോലീസുകാരന്റെ തലയടിച്ച് പൊട്ടിച്ച് അറിഞ്ഞായിരുന്നു. ആ വ്ളോഗർ പയ്യനല്ലേ യദു, ഒരു കാരണമില്ലാതെ കള്ളടിക്കുന്നു, നേരെ പോകുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, കസര എടുക്കുന്നു, തലക്കടിക്കുന്നു. എന്താല്ലേ ന്യൂസ് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് യദു എന്ന് പറഞ്ഞ വ്ളോഗർ. ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരാൾ പോലും കള്ളടിച്ചിട്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് പോയിട്ട് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അക്രമം നടത്താറില്ല ബുദ്ധിയുള്ളവന്മാര്. ഇനിയിപ്പം കള്ളടിച്ചിട്ട് അവൻ അത്രയും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലൊക്കെ ചെയ്യാം. നേരത്തെ അവനൊരു പെറ്റി കേസ് പോലും ഇല്ല, വേറൊരു കേസോ കാര്യങ്ങളോ ക്രിമിനൽ കേസോ ഒന്നും ഇല്ലാത്തൊരു പയ്യനാ, വ്ളോഗറായിട്ടുള്ള ഒരു പയ്യന്. അപ്പൊ അങ്ങനെ ഒരാൾ പോയിട്ട് മദ്യപിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും, നമുക്ക് അറിയാത്ത എന്തെങ്കിലും റീസൺ ഉണ്ടാവാം, അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആൾക്കാര്? ഒന്നാമത് അവൻ വ്ളോഗർ ആയതുകൊണ്ട് അവൻ അറിയാം ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ അറിയാവുന്ന ഒരാൾ പോയിട്ട് മദ്യപിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അക്രമം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഈ പയ്യനെ അറിയാവുന്ന ചിലപ്പോൾ ഫ്രണ്ട്സോ അവനറിയാവുന്ന കുറച്ച് ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് ചിലപ്പോൾ അവർക്കറിയായിരിക്കും കറക്റ്റ് സത്യം എന്താണെന്നുള്ളത്. ഈ പയ്യൻ തന്നെയാണ് എനിക്കൊന്നു നേരത്തെ കുറച്ചുനാൾ മുന്നേ ഈ പളനിയിൽ ഒരു സ്കാം നടന്നതിന്റെ പേരിൽ പൈസ കൂടുതൽ മേടിച്ച് സ്കാം നടത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഇവൻ വെളിവിട്ടായിരുന്നു കേട്ടോ. ഇവന്റെ അമ്മയും കൂടെ വെച്ചുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പം അത് തമിഴ്നാട് സർക്കാരിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ അവൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ അതിന്റെ പേരിലെങ്ങാനും അതിന്റെ റീസൺ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കാരണമാക്കിയിട്ട് ഇവനെ പെടുത്തിയതാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇവനെ പെടുത്തിയതാണോ അല്ലയോ എന്നുള്ളത് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടമാണ്. അധികം പ്രായമൊന്നും ആകത്തില്ല, എനിക്കൊന്നും ഒരു 20-24 വയസ്സ് കാണും മാക്സിമം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25 വയസ്സ് കൂട്ടിക്കോ. 25ാമത്തെ വയസ്സിലൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, അവന്റെ ഭാവി എന്താണ്? ഫ്യൂച്ചർ പോയില്ലേ? നാട് മൊത്തം ഇപ്പൊ അവന്റെ ന്യൂസാ. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നെങ്കിൽ അവന് നോർമൽ ആകുമ്പോൾ അല്ലെങ്കിൽ അവൻ വെളി വരുമ്പോൾ അവൻ പറയണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ അവനെ ചുറ്റിപ്പറ്റിയുള്ള അവന്റെ ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ അവന്റെ ഫാമിലി ആരെങ്കിലും ഒക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാലേ കറക്റ്റ് സത്യം അറിയത്തുള്ളൂ. ഇപ്പം മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഒന്നും കാണാതെ പോയിട്ട് ഇതേപോൾക്ക് അക്രമം നടത്തുന്നത്. വെറുതെ ഇരിക്കുന്ന പോലീസുകാരുടെ പോയി തലയൊക്കെ അടിച്ച് പൊട്ടിക്കാന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും കൊള്ളാം. ചെറുക്കൻ്റെ ഭാവി ഇതോടെ എന്തായാലും തീരുമാനമായിട്ടുണ്ട്.